Hi, my dears. Good morning. Again, we are in our next economics. Last day, we almost half of that chapter completed. Today, need to study from 22 page. Then we saw some provisions introduced by the Indian government for increase the quality education among the students. Next from 22, the literacy rate have increased from ഓക്കെ. ആ പാരഗ്രാഫ് നമ്മൾ ഏകദേശം പകുതി വെച്ച് നിർത്തിയിരിക്കുകയാണ് അല്ലേ. ഇത് അതായത് GDPക്ക് വേണ്ടി എഡ്യൂക്കേഷൻ വേണ്ടിയുള്ള എക്സ്പെൻഡിച്ചറിന് 1951 to 52 വരെ എത്രയാണ് 0.64% ആയിരുന്നു. അന്നത് 3.98% ആയിട്ട് 2002 to 3 വരെ അത് ഇൻക്രീസ് ചെയ്തു അല്ലേ. ബഡ്ജറ്ററി എസ്റ്റിമേറ്റ് ആണ് കേട്ടോ. ദ ലിറ്ററസി റേറ്റ് ഹാവ് ഇൻക്രീസ്ഡ്. അതുപോലെ തന്നെ ഈ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതിനനുസരിച്ചും ലിറ്ററസി റേറ്റ് എഡ്യൂക്കേഷൻ്റെ റേറ്റും ഇൻക്രീസ്ഡായി ഫ്രം 18% in 1951 to 65% in 2001. പുതിയ വിവരങ്ങൾ നിങ്ങൾ ടെക്സ്റ്റിലുണ്ടാവും, അത് ശ്രദ്ധിക്കുക കേട്ടോ, അത് പഠിക്കുക കേട്ടോ. ലിറ്ററസി റേറ്റ് ഈസ് നോട്ട് ഓൺലി എ റൈറ്റ്, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ഇഫ് ദ സിറ്റിസൺ ആർ to perform their duties and enjoy their rights properly. അല്ലേ, ലിറ്ററസി റേറ്റ് ഈസ് നോട്ട് എ റൈറ്റ് അല്ലേ. ലിറ്ററസി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അവകാശം മാത്രമല്ല, ഇറ്റ് ഈസ് ഓൾസോ നീഡഡ് ഇഫ് ദ സിറ്റിസൺ ആർ ടു പെർഫോം ദെയർ ഡ്യൂട്ടീസ് ആൻഡ് എൻജോയ് ദെയർ റൈറ്റ്സ് പ്രോപ്പർലി അല്ലേ. ഇത് ആവശ്യമാണ് എന്തിനു വേണ്ടി, സിറ്റിസൺസിന് പെർഫോം ദെയർ ഡ്യൂട്ടീസ്, അവരുടെ ഡ്യൂട്ടീസും ആൻഡ് എൻജോയ് ദ റൈറ്റ്സ് പ്രോപ്പർലി. ഇവിടെയുള്ള നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മനസ്സിലാക്കാനും ആൻഡ് നമ്മുടെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അല്ലേ പ്രോപ്പറായിട്ട് നമ്മൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും എഡ്യൂക്കേഷൻ ലിറ്ററസി ഒരു റൈറ്റ് മാത്രമല്ല, അത് അത്യാവശ്യമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. ഹവർ എ വാസ്റ്റ് ഡിഫറൻസ് ഈസ് നോട്ടീസ്ഡ് അക്രോസ് ഡിഫറെൻറ്റ് സെക്ടേഴ്സ് ഓഫ് പോപ്പുലേഷൻ. ലിറ്ററസി എമംഗ് മെയിൽസ് ഈസ് നിയർലി 50% ഹയർ ദാൻ ഫീമെയിൽസ് ആൻഡ് ഇറ്റ് ഈസ് അബൌട്ട് 50 higher in urban areas and compared to the rural areas. Literacy rate vary from 96 in some district of Kerala to a below 30 in some parts of Madhya Pradesh. The primary school system has expanded to over 5 lakh villages in India. Unfortunately, this huge expansion of school has been diluted by poor quality of schooling and higher dropout rates. Okay, listen. What is saying here? Literacy among males is nearly 50% higher than female. അതായത് ആളുകളുടെ ഇടയിൽ ഈ ലിറ്ററസി ലെവൽ ഇത്രയും സംഭവങ്ങൾ ഉണ്ടായിട്ടും ചേഞ്ചസ് ഉണ്ടെന്നാണ്. അതായത് ഫീമെയിലിനെക്കാട്ടിലും 50% കൂടുതലാണ് ആർക്ക്, മെയിലിന് ലിറ്ററസി ലെവൽ. അതായത് എഡ്യൂക്കേഷൻ ലിറ്ററസി അമംഗ് ദ മെയിലിനുള്ള ലിറ്ററസിയിൽ 50% ഫീമെയിലിനെക്കാട്ടിലും കൂടുതലാണെന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ഓൾസോ 50% ഹയർ ഇൻ അർബൻ ഏരിയാസ് ആസ് കമ്പയർഡ് ടു ദ റൂറൽ ഏരിയാസ്. റൂറൽ ഏരിയയും അർബൻ ഏരിയയും കമ്പയർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസിനെക്കാട്ടിലും ഹയർ ആണ് 50% ഇൻ അർബൻ ഏരിയാസ്. ദെൻ ലിറ്ററസി റേറ്റ്സ് വാരി ഫ്രം 96% ഇൻ സം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിലെ സം ഡിസ്ട്രിക്റ്റിൽ 96% ആണെന്നെങ്കിൽ എന്നാൽ മധ്യപ്രദേശിലെ ചില ഏരിയാസിൽ 30% ഉള്ളൂ. അപ്പോൾ ഇന്ത്യയിലൊട്ടാകെ മാറ്റമുണ്ട്. മെയിലിനും ഫീമെയിലും മാറ്റമുണ്ട്, അർബണിലും റൂറലിലും മാറ്റമുണ്ട്, ചില സ്റ്റേറ്റിലെ ഡിസ്ട്രിക്റ്റിലും മാറ്റമുണ്ട്. ആൻഡ് ഓൾസോ ദ പ്രൈമറി സ്കൂൾ സിസ്റ്റം ഹാസ് എക്സ്പാൻഡ് ടു ഓവർ. പ്രൈമറി സ്കൂൾ സിസ്റ്റം ഒരുപാട് കൂടുതലാക്കി 5 lakh വില്ലേജസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ 5 lakh വില്ലേജസിൽ അത് എക്സ്പാൻഡ് ചെയ്തു. എന്നാൽ അൺഫോർച്ചുനേറ്റ്ലി അല്ലേ എങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ദിസ് ഹ്യൂജ് എക്സ്പാൻഷൻ ഓഫ് സ്കൂൾസ് ഹാസ് ബീൻ diluted by the poor quality of schooling and high dropout rates. ഇത്രയൊക്കെയാണെങ്കിൽ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തപ്പോൾ ഡയല്യൂട്ട് ചെയ്യുകയാണ് ചെയ്തത്, അതായത് കുറവാക്കുകയാണ് ചെയ്തത്. എന്താണ് സ്കൂളിങ്ങിൻ്റെ ക്വാളിറ്റി, പുവർ ക്വാളിറ്റി ഓഫ് സ്കൂളിംഗ് അല്ലേ. അതായത് സ്കൂളിങ്ങിൻ്റെ ക്വാളിറ്റി കുറയാണ് ചെയ്തിരിക്കുന്നത്.
ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്, അതായത് കുട്ടികളുടെ പിരിഞ്ഞു പോകലുകൾ, കുറച്ച് കാലം മാത്രം 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെ അല്ലെങ്കിൽ 10ാം ക്ലാസ് വരെയൊക്കെ പഠിച്ച് നിർത്തിപ്പോകുന്ന സിസ്റ്റം, അതാണ് ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ്സ്. ഓക്കെ, അതും കൂടുകയാണ് ചെയ്തിരിക്കുന്നത്. സർവശിക്ഷ അഭിയാൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് പ്രൊവൈഡിങ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years by 2010. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, അണ്ടർലൈൻ ചെയ്യാം. സർവശിക്ഷ അഭിയാൻ ഈസ് എ സിഗ്നിഫിക്കൻറ്റ് സ്റ്റെപ്പ് ടുവാർഡ്സ് പ്രൊവൈഡിങ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ ടു ഓൾ ചിൽഡ്രൻ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 6 to 14 years by 2010. 2010 6 to 14 ഇയേഴ്സ് വരെ ഉള്ള കുട്ടികൾക്ക് എലിമെൻ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചു സർവശിക്ഷ അഭിയാൻ. ഓക്കെ, ഇറ്റ് ഈസ് എ ടൈം ബൗണ്ട് ഇനീഷ്യേറ്റീവ് ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ടൈം ബൗണ്ട് എന്ന് പറഞ്ഞാൽ ഇത്ര കൊല്ലം കൊണ്ട് കംപ്ലീറ്റ് ആക്കുന്നൊരു ടൈം ബൗണ്ട് ഇനീഷ്യേറ്റീവാണ്. ഇനി പാർട്ട്ണർഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റ്, എല്ലാ സ്റ്റേറ്റിൻ്റെയും പങ്കാളിത്തത്തോട് കൂടിയിട്ടാണിത് നടപ്പിലാക്കിയിട്ടുള്ളത്. ദെൻ the local government and the community for achieving the goal of universalization of elementary education. And also സെൻട്രൽ ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ടൈം ബൗണ്ട് പ്രോഗ്രാമാണ് ഇത്. പാർട്ട്ണർഷിപ്പ് വിത്ത് ദ സ്റ്റേറ്റിൻ്റെയും ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും ആൻഡ് കമ്മ്യൂണിറ്റീസിൻ്റെയും പാർട്ട്ണർഷിപ്പോട് കൂടിയിട്ടാണ് ഇത് നടപ്പിലാക്കേണ്ടത്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ അച്ചീവിങ് ദ ഗോൾ ഓഫ് യൂണിവേഴ്സലൈസേഷൻ ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ, എല്ലാവർക്കും എലിമെൻ്ററി എഡ്യൂക്കേഷൻ ലഭ്യമാക്കുക എന്നുള്ളതിൻ്റെ ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് സെൻട്രൽ ഗവൺമെൻറ് സർവശിക്ഷ അഭിയാൻ എന്ന് പറയുന്ന ഒരു സ്കീം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇൻ 2010. ഓക്കെ, ദെൻ ഇതിൻ്റെ കൂടെ എലോങ് വിത്ത് ഇറ്റ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ എല്ലാവർക്കും 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ നിർബന്ധ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിന് കൂടെയും along with it bridge courses and back to school camps have been initiated to increase the enrollment in elementary education. ബ്രിഡ്ജ് കോഴ്സസ് എന്ന് പറഞ്ഞാൽ ഒരു സ്കൂളിൽ നിന്ന് തന്നെ മറ്റൊരു തലത്തിൽ എത്തിച്ചേരാനുള്ള ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതാണ് ബ്രിഡ്ജ് കോഴ്സ്. ആൻഡ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പ്സ്, സ്കൂളിലോട്ട് തിരിച്ചു വരാനുള്ള ക്യാമ്പുകൾ അല്ലേ, അതായത് സ്കൂളിലേക്ക് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോഗ്രാംസ് ഇനീഷ്യേറ്റ് ചെയ്ത്, അതാണ് ബാക്ക് ടു സ്കൂൾ ക്യാമ്പ്സ് ഹാവ് ബീൻ ഇനീഷ്യേറ്റ്. അതെല്ലാം മുന്നോട്ട് വെച്ചു. എന്തിനു വേണ്ടി? ഇൻക്രീസ് എൻറോൾമെൻറ്റ് ഓഫ് എലിമെൻ്ററി എഡ്യൂക്കേഷൻ. എൻറോൾമെൻ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ എണ്ണം കൂട്ടാൻ എലിമെൻ്ററി എഡ്യൂക്കേഷനിൽ. അതിനു വേണ്ടിയിട്ട് മിഡ് ഡേ മീൽ സ്കീം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ്. മിഡ് ഡേ മീൽസ് മീൻസ് ഉച്ചഭക്ഷണം സ്കൂളിൽ കൊടുക്കാൻ തീരുമാനിച്ചു. ഇപ്പോൾ ഉച്ചഭക്ഷണം മാത്രമല്ല, മുട്ട, പാല് അല്ലേ, സംഭവങ്ങൾ സ്നാക്സ് വരെ കൊടുക്കാൻ തുടങ്ങി അല്ലേ. മിഡ് ഡേ മീൽ സ്കീം ഹാസ് ബീൻ ഇംപ്ലിമെൻറ്റഡ് ടു എൻകറേജ് അറ്റൻഡൻസ് ആൻഡ് റീടെൻഷൻ ഓഫ് ചിൽഡ്രൻ ആൻഡ് ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ സ്റ്റാറ്റസ് അല്ലേ. എൻകറേജ് അറ്റൻഡൻസ്, ഉച്ചഭക്ഷണമെങ്കിലും കിട്ടുമല്ലോ എന്നുള്ള പ്രതീക്ഷ കൊണ്ട് കുട്ടികൾ വരും, അതാണ് അറ്റൻഡൻസ് കൂട്ടുക എന്നുള്ളത്. ആൻഡ് റീടെൻഷൻ, അതായത് ഭക്ഷണം നല്ല രീതിയിൽ കിട്ടിയാലേ ഓർമ്മശക്തി നിലനിർത്തുള്ളൂ അല്ലേ. അപ്പോൾ റീടെൻഷന് വേണ്ടിയിട്ട് ഓർമ്മശക്തി നിലനിർത്താൻ. ആൻഡ് ഇംപ്രൂവ് ദ ന്യൂട്രീഷൻ സ്റ്റാറ്റസ്, അവരുടെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ അവരുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഭക്ഷണമായിട്ട് കൊടുത്തുകൊണ്ടും സർവശിക്ഷ അഭിയാൻ എന്ന സ്കീമിലൂടെ എന്ത് ചെയ്തു? ഈ സംഭവങ്ങളെല്ലാം മുന്നോട്ട് വെച്ചു. ദീസ് പോളിസീസ് കുഡ് ആഡ് ടു ദ ലിറ്ററേറ്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ. ഈ പോളിസീസിലൂടെ ഇന്ത്യയിലെ ലിറ്ററേറ്റ് പോപ്പുലേഷൻ്റെ എണ്ണം കൂട്ടാൻ ഹെൽപ്ഡായി. അപ്പോൾ എന്താണ് സർവശിക്ഷ അഭിയാൻ, എന്തൊക്കെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ യു നീഡ് ടു റൈറ്റ് ദ സർവശിക്ഷ അഭിയാൻ എന്താണ്? Sarvashiksha Abhiyan is a significant step towards providing elementary education to all children in the age group of 6 to 14 years by 2010. It is a time-bound initiative of central government in the partnership of state, local government and the community for achieving the goal of universalization of elementary education. Along with it, അതിൻ്റെ കൂടെ bridge courses and back to school camps have been initiated in increase the enrollment in elementary education. Midday meal scheme has been implemented to encourage attendance and retention of children and improve their nutritional status. These policies could add to the literate population of India. Okay, അപ്പോൾ സർവശിക്ഷ അഭിയാനെ കുറിച്ച് ചോദിച്ചാൽ you need to write that paragraph. Okay, so 10th plan അല്ലേ, 10th 5-year പ്ലാൻ, ഓരോ 5 വർഷം കൂടുമ്പോഴും
എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പ്ലാൻ തയ്യാറാക്കും ഇന്ത്യയിൽ. 5ാം പ്ലാൻ, 5th പ്ലാൻ, 10th പ്ലാൻ എന്നൊക്കെയാണ് പറയുന്നത്. ഇത് 10th പ്ലാനിൽ endeavored to increase enrollment in higher education to 18 to 23 age group from the present 6% to 9% by the end of the plan period. 10th പ്ലാനിൽ എന്ത് endeavored ട്രൈ ചെയ്തു. endeavored means tried to increase enrollment in higher education. അതിന് മുമ്പ് സർവശിക്ഷാ അഭിയാനിൽ എന്താണ് 6 to 14 ഇയേഴ്സ് ആയിരുന്നു അല്ലേ. 10th പ്ലാൻ്റെ അവസാനത്തോട് കൂടിയിട്ട് എന്താക്കും എന്നാണ് പറയുന്നത്, ഹയർ എഡ്യൂക്കേഷനിലുള്ള കുട്ടികളുടെ എണ്ണം ഹയർ എഡ്യൂക്കേഷൻ മീൻസ് 18 to 23 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകളുടെ എണ്ണം അവരുടെ എഡ്യൂക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രോഗ്രാംസാണ് ഇനീഷ്യേറ്റ് ചെയ്യുന്നത്. പ്രസൻറ്റിൽ 66% ആണ്, അത് 9% ആയിട്ട് മാറ്റും എൻഡ് ഓഫ് ദ പ്ലാൻ പീരീഡ്. അതായത് 10th പ്ലാൻ എന്ന് പറയുമ്പോൾ 5 വർഷം കഴിയുമ്പോഴാണത്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും 9% ആക്കി മാറ്റും എന്നുള്ളതാണ്. നിങ്ങളുടെ ടെക്സ്റ്റിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ. പ്ലാനിൻ്റെ നെയിം വരെ മാറ്റം ഉണ്ടാവും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ഇത് പഴയ ടെക്സ്റ്റ് ബുക്കാണ്. ഓക്കെ. The strategy focuses on increasing access, quality, adoption of state-specific curriculum modification, vocationalization and networking on the use of information technology. The plan also focuses on distant education, convergence of formal and non-formal distant and IT education institutions. അല്ലേ. 10th പ്ലാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അത് എന്താണ് 6 to 9% വരെ ഉയർത്തും 18 to 23 ഇയേഴ്സ് ഏജ് ഗ്രൂപ്പിലുള്ളവരുടെ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. ദ സ്ട്രാറ്റജി ഫോക്കസസ് ഓൺ അല്ലേ. ഈ ഒരു സിസ്റ്റം കൂടുതൽ ഊന്നൽ കൊടുക്കുന്നതിന് ഇതിന് വേണ്ടി ഇൻക്രീസിങ് ആക്സസ്, അതായത് എഡ്യൂക്കേഷനുള്ള വേസ് ഇൻക്രീസ് ആക്കുക, ക്വാളിറ്റി കൂട്ടുക, അഡോപ്ഷൻ ഓഫ് സ്റ്റേറ്റ് സ്പെസിഫിക് കരിക്കുലം മോഡിഫിക്കേഷൻ അല്ലേ. സ്റ്റേറ്റിനെ സ്പെസിഫിക് ചെയ്തുകൊണ്ടുള്ള കരിക്കുലം എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ രീതി കൊണ്ടുവരിക, അത് അഡോപ്റ്റ് ചെയ്യാം. വൊക്കേഷണലൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ഓൺ ദി യൂസ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ടെക്നോളജി IT അതിൽ നെറ്റ്വർക്കിങ്ങും അതുപോലെ വെക്കേഷണലൈസേഷൻ, അതായത് വെക്കേഷണലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ കോഴ്സസ് എല്ലാം തൊഴിൽപരമാക്കുക. അത് 18 to 23 ഇയേഴ്സിലുള്ള ഏജിലുള്ള ആളുകൾ പഠിക്കുന്ന ആ പഠനത്തിൻ്റെ അവസാനത്തിനൊരു തൊഴിൽ ലഭ്യമാക്കുന്ന രീതിയിൽ, അതാണ് വെക്കേഷണലൈസേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ഓൺ ദ യൂസ് ഓഫ് ഇൻഫോർമേഷൻ ടെക്നോളജി. ഇൻഫോർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ട് വിദ്യാഭ്യാസം വെക്കേഷണലൈസ് ചെയ്യുക, തൊഴിൽപരമാക്കുക, ആൻഡ് നെറ്റ്വർക്കിംഗ് അല്ലേ. ഇൻഫോർമേഷൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പഠനം ഉപയോഗിക്കുക. The plan also focuses അല്ലേ. The 10th plan also focuses on distant education അല്ലേ. വീട്ടിലിരുന്നുകൊണ്ട് ദൂരെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കോഴ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സസ് സ്റ്റാർട്ട് ചെയ്യാം. കൺവേർജൻസ് ഓഫ് ഫോർമൽ, നോൺ ഫോർമൽ, ഡിസ്റ്റൻറ്റ് ആൻഡ് IT എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ. ഇതെല്ലാം ഒന്നിച്ചുള്ളൊരു കോഴ്സാക്കി മാറ്റുക. കൺവേർജൻസ് ഒന്നിച്ചാക്കി മാറ്റുക. എന്ത് ഫോർമൽ ആൻഡ് നോൺ ഫോർമൽ. നമുക്ക് സാധാരണ വേണ്ടതും അല്ലേ. ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മനഃപൂർവ്വം നമ്മൾ പഠിക്കുന്നത്, നോൺ ഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അറിയാതെ പഠിക്കുന്നത്. ഈ ഡിസ്റ്റൻറ്റ് അല്ലേ, ദൂരെയുള്ള കോഴ്സസ് അവിടെ പോയിട്ടല്ലാതെ പഠിക്കുന്നത്, IT എഡ്യൂക്കേഷൻ, ഇതെല്ലാം എന്ത് ചെയ്യുക, ഒന്നിച്ചുള്ളൊരു കോഴ്സാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇതെല്ലാം കൊണ്ടുവരിക. ഇതെല്ലാം 10th പ്ലാനിലുള്ള ഉദ്ദേശങ്ങളാണ്. ഓക്കെ. ഓവർ ദ പാസ്റ്റ് 50 years there has been a significant growth in the number of university and institutions of higher learning in specialized areas. ഓരോ സ്പെഷ്യലൈസ്ഡ് ഏരിയാസിനും ഹയർ ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള യൂണിവേഴ്സിറ്റിയും ഇൻസ്റ്റിറ്റ്യൂഷൻസും ഒരുപാട് വളർന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ലെറ്റ് us read the table to see the increase in number of college, universities, enrollment of students and recruitment of teachers since 1951 to 1999. ആ ബോക്സ് ഒന്ന് നോക്കുക. നിങ്ങളുടെ ചാപ്റ്ററിൽ ചിലപ്പോൾ മാറ്റം ഉണ്ടാവും കേട്ടോ. Okay, next let's health. What about the health of population? Listen to that. Firm maximize profit. Do you think any firm would be induced to employ people who might not work efficiently as a healthy worker because of ill health? Firm maximize profit. ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും അവരുടെ പ്രോഫിറ്റ് കൂടാനാണ് ശ്രമിക്കുക. ഫേം മാക്സിമൈസ് പ്രോഫിറ്റ്. ഡു യു തിങ്ക്
എനി ഫേം ഏതെങ്കിലും ഒരു പ്രൈവറ്റ് കമ്പനി വുഡ് ബി ഇൻഡ്യൂസ്ഡ് ടു എംപ്ലോയ് പീപ്പിൾ ഹൂ മൈറ്റ് നോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി അല്ലേ, ഏതെങ്കിലും ഇൻഡ്യൂസ്ഡ് തയ്യാറാവുമോ അല്ലെങ്കിൽ റെഡി ആവുമോ ആര് എംപ്ലോയ് പീപ്പിൾ ഹൂ മൈറ്റ് ബി നോട്ട് വർക്ക് എഫിഷ്യൻ്റ്ലി, എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ഉറപ്പുള്ള ഒരാളെ ഒരു ഫേമിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ, ഫേമിൽ അപ്പോയിൻറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആസ് എ ഹെൽത്തി വർക്കർ ബിക്കോസ് ഓഫ് ഇൽ ഹെൽത്ത്, ഒരു ഹെൽത്തി വർക്കറിൻ്റെ പോലെ ബിക്കോസ് ഓഫ് ഇൽ ഹെൽത്ത്, ആരോഗ്യമില്ല എന്നുള്ള കാരണത്താൽ പ്രോപ്പറായിട്ട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പേഴ്സണെ ഒരു പ്രൈവറ്റ് ഫേം അപ്പോയിൻറ്റ് ചെയ്യുമോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നോ അല്ലേ, ഫേം മാക്സിമൈസ് പ്രോഫിറ്റ്, ഫേം എപ്പോഴും ആളുകളെ കൊണ്ട് നന്നായിട്ട് ജോലി ചെയ്യിപ്പിച്ച് പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് അല്ലേ. സോ ദ ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ഹെൽപ്പ് ഹിം ടു റിയലൈസ് ഹിസ് പൊട്ടൻഷ്യൽ ആൻഡ് ദ എബിലിറ്റി ടു ഫൈറ്റ് ഇൽനെസ്. ഹെൽത്ത് ഓഫ് എ പേഴ്സൺ, ഒരാളുടെ ഹെൽത്ത് എന്ന് പറയുന്നത് ഹെൽപ്പ് ഹിം ടു റിയലൈസ് ഹിസ് പൊട്ടൻഷ്യൽ, ഒരാളുടെ ഹെൽത്ത് അവനെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത് അവൻ്റെ കഴിവിനെ മനസ്സിലാക്കാൻ, റിയലൈസ് ഹിസ് പൊട്ടൻഷ്യൽ അവൻ്റെ കഴിവിനെ മനസ്സിലാക്കാൻ, ആൻഡ് എബിലിറ്റി ടു ഫൈറ്റ് ഇൽനെസ് അല്ലേ, ഇൽനെസ്സിനെതിരെ അസുഖത്തിനെതിരെ പൊരുതാനും ഉള്ള ഒരു എബിലിറ്റി കൂടി ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹെൽത്ത്. ഹെൽത്ത് ഓഫ് എ പേഴ്സൺ ഹെൽപ്സ് ഹിം ടു റിയലൈസ് ദ പൊട്ടൻഷ്യൽ ആൻഡ് എബിലിറ്റി ടു ഫൈറ്റ് ഇൽനെസ്. ആൻ അൺഹെൽത്തി പേഴ്സൺ ബിക്കംസ് എ ലയബിലിറ്റി ഫോർ ആൻ ഓർഗനൈസേഷൻ ഇൻഡീഡ് അല്ലേ. എ ലയബിലിറ്റി പേഴ്സൺ എന്താണ്, എ ലയബിലിറ്റി, an unhealthy person become a liability for an organization. അൺഹെൽത്തി പേഴ്സൺ, ആരോഗ്യമില്ലാത്ത ഒരാൾ ഒരു ഓർഗനൈസേഷൻ്റെ ലയബിലിറ്റിയാണ്, ബാധ്യതയാണ്. ഇൻഡീഡ് ഹെൽത്ത് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ ബേസിസ് ഫോർ റിയലൈസിങ് വൺസ് വെൽബീയിങ് അല്ലേ. ഹെൽത്ത് ഈസ് ആൻ ഇൻഡിസ്പെൻസിബിൾ, ഹെൽത്ത് എന്ന് പറയുന്നത് ഒഴിച്ചു കൂടാനാവാത്തൊരു ബേസിസാണ് എന്തിനായിട്ട്, റിയലൈസിങ് വൺസ് വെൽബീയിങ്, ഒരാളുടെ നന്മ അല്ലേ തിരിച്ചറിയാനുള്ള ഒഴിച്ചു കൂടാനാവാത്തൊരു സംഭവമാണ്, ബേസിസാണ് ഹെൽത്ത്. ഓക്കെ, henceforth improvement in the health status of the population has been the priority of the country അല്ലേ. അതുകൊണ്ട് തന്നെ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഹെൽത്ത് സ്റ്റാറ്റസ് ഓഫ് പോപ്പുലേഷൻ്റെ ഹെൽത്ത് സ്റ്റാറ്റസിലുള്ള ഇംപ്രൂവ്മെൻറ്റ് ഹാസ് എ പ്രയോറിറ്റി ഓഫ് ദ കൺട്രി, ഒരു കൺട്രിയുടെ മുൻഗണന ഉള്ള ഒരു സിസ്റ്റം തന്നെയാണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് തന്നെയാണ്. അവർ നാഷണൽ പോളിസി ടു എയിംസ് അറ്റ് ഇംപ്രൂവിങ് ദ അക്സസിബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ അല്ലേ. നമ്മളുടെ ഇന്ത്യയുടെ നാഷണൽ പോളിസിയും എയിം ചെയ്യുന്നുണ്ട് ഇംപ്രൂവിങ് ദ അക്സസിബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ ഇംപ്രൂവ് ചെയ്യാനുള്ള വേയ്സ്. ഓക്കെ, ഫാമിലി വെൽഫെയർ ആൻഡ് ന്യൂട്രീഷണൽ സർവീസ് വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ അണ്ടർ പ്രിവിലേജ്ഡ് സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ അല്ലേ. നമ്മുടെ ഗവൺമെൻറ്റും എന്ത് ചെയ്തിട്ടുണ്ട്, നാഷണൽ പോളിസി കൊണ്ടുവന്നിട്ടുണ്ട് എന്തിന്, ഇംപ്രൂവിങ് ദ അക്സസിബിലിറ്റി ഓഫ് ഹെൽത്ത് കെയർ, ഫാമിലി വെൽഫെയർ ആൻഡ് ന്യൂട്രീഷണൽ ഫാമിലിക്ക് വെൽഫെയറിന് വേണ്ടിയിട്ടും ന്യൂട്രീഷണൽ സർവീസ് അല്ലെ, എല്ലാവർക്കും നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും വിത്ത് എ സ്പെഷ്യൽ ഫോക്കസ് ഓൺ ദ അണ്ടർ പ്രിവിലേജ്ഡ് സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ. അണ്ടർ പ്രിവിലേജ്ഡ് സെഗ്മെൻറ്റ് ഓഫ് പോപ്പുലേഷൻ മീൻസ് അധികം ഡെവലപ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാത്ത പോപ്പുലേഷൻ്റെ സെഗ്മെൻറ്റിൽ. ഓവർ ദ ലാസ്റ്റ് 5 decades ഇന്ത്യ ഹാസ് ബിൽറ്റ് അപ്പ് എ വാസ്റ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഹാസ് ഡെവലപ്ഡ് മാൻ പവർ റിക്വയർഡ് അറ്റ് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടർ ഇൻ ഗവൺമെൻറ് ആസ് വെൽ ആസ് പ്രൈവറ്റ് സെക്ടർ അല്ലേ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് 50 yearsൽ അല്ലേ, ലാസ്റ്റ് 50 decadesൽ ഇന്ത്യ ഹാസ് ബിൽറ്റ് അപ്പ് വാസ്റ്റ് ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ ക്രിയേറ്റ് ചെയ്തു, ഡെവലപ്പ് ചെയ്തു. മാൻ പവർ ഇംപ്രൂവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടെറിഷറി സെക്ടറിൽ പ്രൈവറ്റായിട്ടും ഗവൺമെൻറ്റിലും വർക്ക് ചെയ്യുന്ന രീതിയിൽ. ഓക്കെ, അതിൽ പ്രൈവറ്റായിട്ടും ഗവൺമെൻറ് ആയിട്ടുള്ള എന്താണ് ഹോസ്പിറ്റൽസും സംഭവങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ത്യയിൽ. ഓക്കെ, ഹിയർ one paragraph. These measures adopted have increased the life expectancy over 64 years in 2000. അതായത് 2000 വരെ 64 വയസ്സ് വരെയായിരുന്നു ഒരാളുടെ ശരാശരി ആയുസ് എന്ന് പറയുന്നത്. ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഹാസ് കം ഡൗൺ ഫ്രം 147 in 1951 to 75 in 2000. അതായത് ശിശുമരണം, കുട്ടിയാവുമ്പോൾ തന്നെ മരിക്കുക എന്നുള്ളത് എന്താണ് 1951 അത് 147 ആയിരുന്നു അതിൻ്റെ റേറ്റ്, എന്നാൽ 2000 ആയപ്പോൾ അത് 75 ആയിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമ്മുടെ ആ ഒരു സിസ്റ്റംസ് എല്ലാം ഇമ്പ്രൂവ് ചെയ്തു എന്നുള്ള കാരണത്താൽ. ദെൻ ക്രൂഡ് ബർത്ത് rates have dropped to 26.1 and death rates to
8.7 വിത്തിൻ ദ സെയിം ഡ്യൂറേഷൻ ഓഫ് ടൈം അല്ലേ. ക്രൂഡ് ബർത്ത് എന്ന് പറഞ്ഞാൽ മരിച്ച കുട്ടി ജനിക്കുക, കുട്ടി ജനിക്കുമ്പോഴേ മരിക്കുക, അതാണ് ക്രൂഡ് ബർത്ത്. അതും എന്ത് ചെയ്തു 26.1 ആയിരുന്നു 1951, അത് 8.7 ആയിട്ട് മാറി 2000. ഓക്കെ, ഇൻക്രീസ് ഇൻ ലൈഫ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ചൈൽഡ് റേറ്റ് ആർ യൂസ്ഫുൾ ഇൻ അസസിങ് ദ ഫ്യൂച്ചർ പ്രോഗ്രസ് ഓഫ് ദ കൺട്രി അല്ലേ. അതായത് ഇൻക്രീസിങ് ലൈഫ് എക്സ്പെൻഡിച്ചർ, അതായത് ആയുസ് കൂട്ടി എന്നുള്ളതും ഇംപ്രൂവ്മെൻറ്റ് ഇൻ ചൈൽഡ് കെയർ ആൻഡ് യൂസ്ഫുൾ ഇൻ അസസിങ് ദ ഫ്യൂച്ചർ പ്രോഗ്രസ് ഇൻ ദ കൺട്രി, ഇതെല്ലാം യൂസ്ഫുൾ ആണ് നമ്മുടെ കൺട്രിയുടെ ഭാവിയിലുള്ള പ്രോഗ്രസ്സിന് വേണ്ടിയിട്ട്. ഇൻക്രീസ് ഇൻ ലോങ്വിറ്റി ഓഫ് ലൈഫ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് മാർക്ഡ് ബൈ സെൽഫ് കോൺഫിഡൻസ് അല്ലേ. ഇൻക്രീസിങ് ലോങ്വിറ്റി എന്ന് പറഞ്ഞാൽ ദീർഘായുസ് കൂടുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ലൈഫ് അല്ലേ, ഒരാളുടെ ദീർഘായുസ് കൂടുകയാണെങ്കിൽ ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് മാർക്ഡ് ബൈ സെൽഫ് കോൺഫിഡൻസ്. നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോളോ ചെയ്യാൻ കഴിയും, അത് നല്ലൊരു സെൽഫ് കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതായത് ദീർഘായുസ് ഉണ്ട് എന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസിലൂടെ എന്ത് ചെയ്യും, ഒരു ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നു ആളുകൾക്ക്. റിഡക്ഷൻ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി ഇൻവോൾവ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം ഇൻഫെക്ഷൻ. മാത്രമല്ല മോർട്ടാലിറ്റി റേറ്റ്സ് കുറക്കുന്നതിലൂടെ അല്ലേ ഇൻഫെക്ഷനിൽ നിന്നും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആളുകൾ പേരൻസ് ഇൻവോൾവ് ആവുകയും ചെയ്യും. എൻഷുറിങ് ന്യൂട്രീഷൻ അലോങ് വിത്ത് മദർ ആൻഡ് ചൈൽഡ് കെയർ അല്ലേ. മദറിനും അതുപോലെ കുട്ടികൾക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്നതിലും നമ്മളുടെ കൺട്രി ഒരുപാട് സ്കീംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇറ്റ്സ് അബൌട്ട് ദാറ്റ് ബോക്സ് ഹിയർ. We need to study. There are many places in India which do not have even these basic facilities. അതായത് ഈ ആക്ടിവിറ്റീസിൽ പറയുന്ന ഡിസ്കസ് ചെയ്യുന്ന വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ ഡിസ്പെൻസറീസ് ഫ്രം 1951 to 2000 അല്ലേ. വാട്ട് ഈസ് ദ പെർസെൻറ്റേജ് ഇൻക്രീസിങ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സിംഗ് പേഴ്സണൽ ഫ്രം ഈ ഒരു ടേബിൾ കാണുന്നുണ്ട്. ഹോസ്പിറ്റൽസിൻ്റെയും ഡോക്ടേഴ്സിൻ്റെ എല്ലാം സംഭവങ്ങൾ ഇൻക്രീസ് ആയത് അല്ലേ. ഡു യു തിങ്ക് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് നഴ്സസ് ഇൻ ആഡിക്വേറ്റ് ഫോർ ഇന്ത്യ? ഇഫ് നോട്ട് വൈ? ഇന്ത്യയിൽ ഇതെല്ലാം മതിയോ? വാട്ട് അതർ ഫെസിലിറ്റീസ് വുഡ് യു ലൈക്ക് ടു പ്രൊവൈഡ് ഇൻ എ ഹോസ്പിറ്റൽ? ഡിസ്കസ് എബൌട്ട് ദ ഹോസ്പിറ്റൽ യു ഹാവ് വിസിറ്റഡ്. ക്യാൻ യു ഡ്രേ എ ഗ്രാഫ് യൂസിങ് ദിസ് ടേബിൾ? ഇവിടെ പറയുന്നത് ദർ ആർ മെനി places in India which do not have even these basic facilities. Just for states like Karnataka, Andhra Pradesh, Tamil Nadu, Maharashtra have 81 out of 181 medical colleges. 181 hospitals, 81 medical colleges. On the other hand, states like Bihar and Uttar Pradesh have not held indices and few medical colleges. Have poor health indices. അതായത് poor health indices means ഹെൽത്തിനുള്ള സംഭവങ്ങളൊന്നും അവിടെ ഇല്ല. പൂർ ഹെൽത്ത് ഇൻഡേഴ്സസ് മീൻസ് വളരെ കുറച്ച് ആയിട്ടുള്ള ഹെൽത്തിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാത്രമേ അവിടെയുള്ളൂ. ആൻഡ് ഫ്യൂ മെഡിക്കൽ കോളേജസ് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വി നീഡ് സ്റ്റഡി അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, 1 second. I needed to go for drink water. Sorry. Okay. So we need to complete today this chapter. Some more time we can take. Sorry for being that. Okay. Listen. Unemployment.
Sagal's mother Sheila looked after the domestic chores, children and helped her husband Bhuta in the field. Sagal's mother Sheila looked after her domestic chores, children helped her. അവളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്തു അല്ലേ. ഹസ്ബൻഡ് ബൂട്ട ഇൻ ദ ഫീൽഡ് അല്ലേ, ഫീൽഡിൽ ബൂട്ടയെ ഹെൽപ്പ് ചെയ്യാനും കുട്ടികളും അവളും ശ്രദ്ധിച്ചു. സഗൽസ് ബ്രദർ G2 ആൻഡ് സിസ്റ്റർ സീതു സ്പെൻഡ് ദെയർ ടൈം പ്ലേയിങ് ആൻഡ് റോമിങ് അല്ലേ, കളിച്ചുകൊണ്ടിരുന്നു അവർ. ക്യാൻ യു കോൾ ഷീല ഓർ G2 ഓർ സീതു അൺഎംപ്ലോയിഡ്? ഇഫ് നോട്ട് വൈ? അവരെ അൺഎംപ്ലോയിഡ് നമുക്ക് വിളിക്കാൻ പറ്റുമോ? നോ. കാരണം അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് സെഡ് ടു എക്സിസ്റ്റ് when people who are willing to work at the going wages cannot find jobs. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് അവിടെ എക്സിസ്റ്റ് ആണ് വെൻ പീപ്പിൾ ഹു ആർ വില്ലിങ് ടു വർക്ക്, ആളുകൾ വർക്ക് ചെയ്യാൻ റെഡിയാണ് അറ്റ് ദ ഗോയിങ് വേജസ്, എന്താണ് കിട്ടുന്ന കൂലിക്കനുസരിച്ച് cannot find jobs, എന്നാൽ അവർക്ക് ജോബ് കിട്ടാനില്ല. ദാറ്റ് ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഷീല ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വർക്കിംഗ് ഔട്ട്സൈഡ് ഹെർ ഡൊമസ്റ്റിക് ഡൊമൈൻ അല്ലേ, അവരുടെ വീടിന് പുറത്ത് പോയി വർക്ക് ചെയ്യാൻ അവൾ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് അവൾ അൺഎംപ്ലോയ്മെൻ്റാണ് നമുക്ക് പറയാൻ പറ്റുന്നില്ല. G2 ആൻഡ് C2 ആർ ടു സ്മോൾ ടു ബി കൗണ്ടഡ് ഇൻ ദ വർക്ക് ഫോഴ്സ് പോപ്പുലേഷൻ അല്ലേ. വർക്ക് ഫോഴ്സ് പോപ്പുലേഷനിൽ ഉൾപ്പെടുത്താൻ അവരെ പറ്റില്ല. ദേ ആർ ടു സ്മോൾ. നെയ്തർ G2, C2 ഓർ ഷീല ക്യാൻ ബി കൗണ്ടഡ് ആസ് അൺഎംപ്ലോയബിൾ അല്ലേ, അവരെ അൺഎംപ്ലോയിഡ് ആയിട്ട് നമ്മൾക്ക് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. The workforce population includes people from 15 years to 59 years. Sagal's brother and sister do not fall within this age group, so they cannot be called unemployed. Sagal's mother Sheila works for the family. She is not willing to work outside her domestic domain for payment. അല്ലേ, കൂലിക്ക് അവൾ ജോലി ചെയ്യാൻ തയ്യാറല്ല. She too cannot be called unemployed. Sagal's grandparents ഓൾസോ നോട്ട് മെൻഷൻഡ് ഇൻ ദ സ്റ്റോറി cannot be called unemployed. ഇനി സകലിന് ഗ്രാൻഡ് പേരൻസ് ഉണ്ടെങ്കിൽ അയാൾ സ്റ്റോറിയിൽ പറഞ്ഞിട്ടില്ല, അവരെ അൺഎംപ്ലോയിഡ് ആയിട്ട് വി കാൺട്ട് കൺസിഡർ. ഇൻ ദ കേസ് ഓഫ് ഇന്ത്യ വി ഹാവ് അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ റൂറൽ ആൻഡ് അർബൻ ഏരിയാസ്. ഹവർ ദ നേച്ചർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിഫർ ഇൻ റൂറൽ ഇൻ അർബൻ ഏരിയാസ്. ഇൻ കേസ് ഓഫ് റൂറൽ അർബൻ ഏരിയാസിലും റൂറൽ ഏരിയാസും അൺഎംപ്ലോയ്മെൻറ്റ് നേച്ചർ ഡിഫറെൻ്റ് ആണെന്നുള്ളതാണ് പറയുന്നത്. ഇൻ കേസ് ഓഫ് റൂറൽ ഏരിയാസ് there is seasonal and disguised unemployment. Urban areas have mostly educated unemployment. രണ്ട് തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ആണ്. റൂറൽ ഏരിയാസിൽ സീസണൽ ആൻഡ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്, ഇൻ അർബൻ ഏരിയാസ് എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെൻറ്റ്. Seasonal unemployment happens when people are not able to find jobs during some months of the year. അല്ലേ, നമ്മൾക്കറിയാം ചില സീസൺസിൽ മാത്രമേ അവർക്ക് വർക്കുള്ളൂ. ഇയറിലെ ചില മന്ത്സിൽ അവർക്ക് ദേ ഹാവ് നോ ജോബ്സ്. ദിസ് ഇസ് നോൺ ആസ് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. പീപ്പിൾ ഡിപ്പെൻഡ് അപ്പോൺ അഗ്രികൾച്ചറൽ യൂഷ്വലി ഫേസ് സച്ച് കൈൻഡ് ഓഫ് പ്രോബ്ലം. ദർ ആർ സർട്ടൻ ബിസി സീസൺസ് വെൻ സോയിങ്, ഹാർവെസ്റ്റിംഗ്, വീഡിങ് ആൻഡ് ത്രഷിംഗ് ഈസ് ഡൺ. അല്ലേ, ത്രഷിങ് അല്ലേ മെതിക്കുക, വീഡിങ്, ഹാർവെസ്റ്റിംഗ്, സോവിങ് ഈ സമയത്ത് മാത്രമേ ദേ ഹാവ് ജോബ് ദർ. Certain months do not provide much work to the people dependent on agriculture. This is known as seasonal unemployment. In case of disguised unemployment, people appear to be employed. അവിടെ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആളുകൾക്കെല്ലാം ജോലിയുണ്ട്, ജോലി ചെയ്യുന്നുണ്ട്. ദേ ഹാവ് അഗ്രികൾച്ചറൽ പ്ലോട്ട് വേർ ദേ ഫൈൻഡ് വർക്ക്. അല്ലേ, അവർക്ക് എന്താ അഗ്രികൾച്ചറൽ പ്ലോട്ട് ഉണ്ട്, അവർക്കവിടെ ജോലിയുണ്ട്. ദിസ് യൂഷ്വലി ഹാപ്പൻസ് എമംഗ് ഫാമിലി മെമ്പേഴ്സ് എൻഗേജ്ഡ് ഇൻ അഗ്രികൾച്ചറൽ ആക്ടിവിറ്റി. അല്ലേ, ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ആവുന്നത് അഗ്രികൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഫാമിലി മെമ്പേഴ്സ് എൻഗേജ് ആവുന്ന ടൈമിലാണ്. ദ വർക്ക് റിക്വയർസ് ദ സർവീസ് ഓഫ് 5 people ബട്ട് എൻഗേജസ് 8 people. അല്ലേ, അവർക്കൊരു അഗ്രികൾച്ചറൽ ഫീൽഡ് ഉണ്ട്, അവിടെ എന്താ ആ ഒരാഴ്ചത്തേക്ക് ഓരോ ദിവസം 5 ആളുകളുടെ ജോലി ആവശ്യമുള്ളൂ. എന്നാൽ ഫാമിലിയിൽ 8 ആളുണ്ട്, ആ 8 ആളും അവിടെ പോയിട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ 3 ആളുടെ വർക്ക് ശരിക്കും അവിടെ ആവശ്യമില്ല. ദാറ്റ് ഈസ് അവർ ശരിക്ക് അൺഎംപ്ലോയിഡ് ആണ്, അവർക്ക് ജോലിയില്ല, എന്നാലും അവിടെ ചെയ്യുന്നു എന്ന് മാത്രം. ജോലി ഉണ്ടെന്ന് തോന്നുന്നു, ബട്ട് അവർക്ക് ജോലി ചെയ്യേണ്ട ആവശ്യമില്ല. ദാറ്റ് ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, the work requires the service of 5 people but engages 8 people. 3 people are extra. These 3 people also work in the same plot
as the others. The contribution made by the three extra people does not add any contribution made by the 5 people. ആ 5 ആളുകൾ വർക്ക് ചെയ്യുന്ന ജോലിക്ക് അപ്പുറം കൂടുതലൊന്നും അവർ ആ 3 people ആഡ് ചെയ്യുന്നില്ല. If 3 people are removed, the productivity of the field will not decline. അവരെ നിന്ന് അവിടെ ആ 3 ആളുകളെ മാറ്റിയാലും പ്രൊഡക്ടിവിറ്റി എന്താവുന്നില്ല, കുറയുന്നില്ല. The field requires the services of 5 people and the 3 extra people are disguised unemployment. Is it clear? Okay. In case of urban areas, educated unemployment has become a common phenomenon. Urban areas, rural areas നമ്മൾ കണ്ടു 2 types of unemployment, seasonal and disguised. In urban areas, here experiencing educated unemployment. Many youth with matriculation, graduation and post graduation degrees are not able to find jobs. ഒരുപാട് യുവാക്കളുണ്ടാവും, അവർക്ക് എന്തെങ്കിലും മെട്രിക്കുലേഷൻ ഉണ്ടാവും, ബിരുദങ്ങൾ ഉണ്ടാവും, ഗ്രാജുവേഷൻ ഉണ്ടാവും, ഗ്രാജുവേഷൻ ഡിഗ്രീസ് ഉണ്ടാവും, എന്നാൽ they have no find any job. A study showed that unemployment of graduate and postgraduate has increased faster than among matriculates. അല്ലേ, മെട്രിക്കുലേറ്റ്സിൽ ബിരുദധാരികളിൽ ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ആണ് അൺഎംപ്ലോയ്മെൻ്റ് ഉള്ളത് ഗ്രാജുവേറ്റ്സിലും പോസ്റ്റ് ഗ്രാജുവേറ്റ്സിലുമാണെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. A paradoxical manpower situation is witnessed as surplus of manpower in certain categories coexist with shortage of manpower in others. There is unemployment among technically qualified person on the hand, while there is dearth of technical skill required for economic growth. അല്ലേ, ഇവിടെ പറയുന്നത് a paradoxical manpower situation is witnessed. Paradoxical means ഓപ്പോസിറ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരുടെ ഒരു മാൻ പവർ സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നു അല്ലെങ്കിൽ കാണുന്നു എന്നുള്ളതാണ് പറയുന്നത്. A surplus of manpower in certain categories coexists with the shortage of manpower in others. അതായത് ഒരു മാൻ പവർ ഒരു ഏരിയയിൽ കൂടുതലാണ്, സർപ്ലസ് ആണ്. ചില കാറ്റഗറീസിൽ സർപ്ലസ് മാൻ പവറാണ്, ചില കാറ്റഗറീസിൽ ഷോർട്ടേജ് ഓഫ് മാൻ പവറാണ്. എന്താണ് പറയുന്നത്? There is unemployment among technically qualified person on the other hand. അല്ലേ, ഇപ്പോൾ കമ്പ്യൂട്ടർ ഫീൽഡിലാണെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിലും അവരൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, അവർക്ക് ഡിഗ്രിയും സർട്ടിഫിക്കറ്റ്സ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അവർക്ക് അൺഎംപ്ലോയ്മെൻ്റ് ആണ്, അവർക്ക് ജോലിയില്ല. എന്നാൽ there is a dearth of technical skill required for economic growth. എന്നാൽ ഓരോ മെഷീനിലുള്ള പരീക്ഷയിലാണ് അവർ പാസ്സായിരിക്കുന്നത്. എന്നാൽ ആ മെഷീൻ തന്നെ എന്താണ് വർക്ക് ചെയ്യിപ്പിക്കാനോ കംപ്ലൈൻറ്റ് വരുമ്പോൾ നന്നാക്കാനോ ഉള്ള ജോലിക്കാരുടെ കുറവുമാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. വി അണ്ടർസ്റ്റാൻഡ്. എന്താ പറയുന്നത്? ദർ ഈസ് എ അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ടെക്നിക്കലി ക്വാളിഫൈഡ് പേഴ്സൺ ഓൺ വൺ ഹാൻഡ്, വൈൽ ദർ ഈസ് ഡെർത്ത് മീൻസ് കുറവാണ് ടെക്നിക്കൽ സ്കിൽ റിക്വേർഡ് ഫോർ എക്കണോമിക് ഗ്രോത്ത്. എക്കണോമിക് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ സ്കില്ല് നേടിയിട്ടുള്ള ആളുകളുടെ കുറവുമാണ് ഇവിടെ ഫേസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? അതാണ് എ പാരഡോക്സിയൽ മാൻ പവർ സിറ്റുവേഷൻ ഈസ് വിറ്റ്നസ്ഡ് എന്ന് പറയുന്നത്. ഓപ്പോസിറ്റ് ആയിട്ടുള്ള മാൻ പവർ സിറ്റുവേഷൻ ഇവിടെ ക്രിയേറ്റ് ആവുന്നു. സർപ്ലസ് ഓഫ് മാൻ പവർ ഇൻ സർട്ടൻ കാറ്റഗറീസ് കോഎക്സിസ്റ്റ്. അല്ലേ, സർട്ടൻ കാറ്റഗറീസിൽ മാൻ പവറിൻ്റെ സർപ്ലസ് ആണ്, എന്നാൽ ഷോർട്ടേജ് ഓഫ് മാൻ പവർ ഇൻ അതർ കാറ്റഗറീസ്. ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ്. അൺഎംപ്ലോയ്ഡ് ലീഡ്സ് ടു വേസ്റ്റേജ് ഓഫ് മാൻ പവർ റിസോഴ്സ്. ജോലിയില്ലാത്തത് അല്ലേ, മനുഷ്യൻ്റെ മാൻ പവറിൻ്റെ റിസോഴ്സസിന് വേസ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. വേസ്റ്റേജ് ഓഫ് മാൻ പവർ റിസോഴ്സ്. പീപ്പിൾ ഹു ആർ ആൻ അസെറ്റ് ഫോർ ദ എക്കണോമി ടേൺ ഇൻ ടു ലയബിലിറ്റി. അല്ലേ, എക്കണോമിക്ക് അസെറ്റ് ആവേണ്ടത് ലയബിലിറ്റി ആയിട്ട് മാറുന്നു. ദർ ഇസ് എ ഫീലിംഗ് ഓഫ് ഹോപ്പ്ലെസ്നെസ് ആൻഡ് ഡിസ്പെയർ എമംഗ് ദ യൂത്ത്. ഹോപ്പ്ലെസ്നെസ് പ്രതീക്ഷയില്ലാത്തൊരവസ്ഥ, ജീവിതം നിരാശയുള്ളതായി മാറുക. ഡിസ്പെയർ എമംഗ് ദ യൂത്ത് അല്ലേ, നിരാശയുള്ള യുവാക്കളായിട്ട് മാറുന്നു. പീപ്പിൾ ഡു നോട്ട് ഹാവ് ഇനഫ് മണി ടു സപ്പോർട്ട് ദെയർ ഫാമിലി. അല്ലേ, അവരുടെ ഫാമിലി സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് ക്യാഷ് ഇല്ല. ഇനബിലിറ്റി ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഹു ആർ വില്ലിംഗ് ടു വർക്ക് ടു ഫൈൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് ഇംപ്ലൈസ് എ ഗ്രേറ്റ് സോഷ്യൽ വേസ്റ്റ്. ഇനബിലിറ്റി ഓഫ് എഡ്യൂക്കേറ്റഡ് പീപ്പിൾ അല്ലേ, എഡ്യൂക്കേറ്റഡ് പീപ്പിളിൻ്റെ ഇനബിലിറ്റി മീൻസ് അഭാവം അല്ലെങ്കിൽ അവരുടെ കഴിവില്ലായ്മ. വില്ലിംഗ് ടു ഹു ആർ വില്ലിംഗ് ടു വർക്ക് ടു ഫൈൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ് implies a great social waste.
എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ട് ഹു ആർ വില്ലിങ് ടു വർക്ക്, ജോലി ചെയ്യാൻ തയ്യാറായിട്ടുള്ള എഡ്യൂക്കേറ്റഡ് പീപ്പിൾ ഉണ്ട്. എന്നാൽ ഫൈൻഡ് ഗെയിൻഫുൾ എംപ്ലോയ്മെൻറ്റ്, എന്നാൽ അവരുടെ എഡ്യൂക്കേഷൻ അനുസരിച്ചുള്ള എംപ്ലോയ്മെൻ്റ് അല്ല അവിടെ ഉള്ളത്, ഗെയിൻഫുൾ എംപ്ലോയ്മെൻ്റ് ആണ്. അത് ഒരു ഗ്രേറ്റ് സോഷ്യൽ വേസ്റ്റാണ്, സൊസൈറ്റിയിലൊരു വേസ്റ്റായിട്ടാണ് അത് മാറുന്നത്. എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകൾ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുക എന്ന് പറയുന്നത് അല്ലേ. അൺഎംപ്ലോയ്മെൻറ്റ് ടെൻസ് ടു ഇൻക്രീസ് എക്കണോമിക് ഓവർലോഡ് അല്ലേ, എക്കണോമിക്കലായിട്ട് ഓവർലോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻറ്റ്. ദ ഡിപ്പെൻഡൻസ് ഓഫ് ദ അൺഎംപ്ലോയ്ഡ് ഓൺ ദ വർക്കിംഗ് പോപ്പുലേഷൻ ഇൻക്രീസ്. വർക്കിംഗ് പോപ്പുലേഷനിൽ അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ടുള്ള ആളുകളെ എന്താണ് വർക്കിംഗ് പോപ്പുലേഷനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലേ, അത് കൂടുന്നു. ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആസ് വെൽ ആസ് സൊസൈറ്റി ഈസ് അഡ്വേഴ്സ്ലി അഫക്റ്റഡ്. അൺഎംപ്ലോയ്മെൻറ്റ് എന്താണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫും അല്ലേ സൊസൈറ്റിയെയും എന്താണ് ഓപ്പോസിറ്റായിട്ട് എഫക്റ്റ് ചെയ്യുന്നു. വെൻ എ ഫാമിലി ഹാസ് ടു ലീവ് ഓൺ എ bare subsistence level, there is a general decline in its health status and rising withdrawal from the school system. When a family has to live on a bare subsistence means ജീവിതമാർഗം. ഒരു ഫാമിലി ജീവിക്കുകയാണ് വളരെ കുറച്ച് ജീവിതമാർഗത്തിലൂടെ മാർഗ ലെവലിലൂടെ. ദർ ഈസ് എ ജനറൽ ഡിക്ലൈൻ ഇൻ ഹിസ് ഹെൽത്ത് സ്റ്റാറ്റസ്, അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസിലും ഡിക്ലൈൻ ഉണ്ടാവുന്നു. ആൻഡ് റൈസിങ് വിത്ഡ്രോവൽ ഫ്രം ദ സ്കൂൾ സിസ്റ്റം, സ്കൂളിൽ നിന്നും അവർ വിത്ഡ്രോ ചെയ്ത് പോരുന്നു. ഹെൻസ് അൺഎംപ്ലോയ്മെൻറ്റ് ഹാസ് ഡെട്രിമെൻ്റൽ ഇമ്പാക്റ്റ് ഓൺ ദ ഓവറോൾ ഗ്രോത്ത് ഓഫ് ആൻ എക്കണോമി. ഡെട്രിമെൻ്റൽ മീൻസ് നഷ്ടം അല്ലേ, നഷ്ടങ്ങളുടെ ഒരു ഇമ്പാക്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നു അൺഎംപ്ലോയ്മെൻറ്റ് ഓവറോൾ ഗ്രോത്ത് ഓഫ് അവർ എക്കണോമി. ഇൻക്രീസ് ഇൻ അൺഎംപ്ലോയ്മെൻറ്റ് ഈസ് ആൻ ഇൻഡിക്കേറ്റർ ഓഫ് ഡിപ്രസ്ഡ് എക്കണോമി. എക്കണോമിയുടെ താഴ്ചയാണ് അൺഎംപ്ലോയ്മെൻറ്റ് കൂടുക എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ വേസ്റ്റ് ദ റിസോഴ്സസ്, മനുഷ്യൻ എന്ന റിസോഴ്സസിനെ വേസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. which could have been qualified employed. If people cannot be used as a resource, they naturally appear as a liability to the economy. People cannot be used as a resource, ആളുകളെ ഒരു റിസോഴ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. നാച്ചുറലി അപ്പിയർ ലയബിലിറ്റി ടു എക്കണോമി, എക്കണോമിയുടെ നാച്ചുറൽ ആയിട്ടുള്ള ലയബിലിറ്റി ആയിട്ട് മാറുന്നു ഇഫ് ദർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ്. ഓക്കെ, ഇൻ കേസ് ഓഫ് ഇന്ത്യ സ്റ്റാറ്റിസ്റ്റിക്കലി എ ലാർജ് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ലോ അല്ലേ. ദ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഈസ് ലോ. ഇന്ത്യയിലെ കണക്ക് പ്രകാരം അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വളരെ കുറവാണ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ റെപ്രസെൻറ്റഡ് വിത്ത് ലോ ഇൻകം ആൻഡ് പ്രൊഡക്ടിവിറ്റി ആർ കൗണ്ടഡ് ആസ് എംപ്ലോയിഡ്. എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ റെപ്രസെൻറ്റഡ് വിത്ത് ലോ ഇൻകം ആൻഡ് പ്രൊഡക്ടിവിറ്റി അല്ലേ, അവർ ജോലിയുണ്ട്, കുറേ ആളുകൾക്ക് ഇന്ത്യയിൽ ജോലിയുണ്ട്, പക്ഷേ മിക്ക ആളുകൾക്കും കുറഞ്ഞ കൂലി മാത്രമുള്ള ജോലിയാണ്, കുറഞ്ഞ ഇൻകം പ്രൊഡക്ടിവിറ്റിയേ ഉള്ളൂ. അവരെയും എംപ്ലോയിഡ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എണ്ണത്തിൽ ഇന്ത്യയിൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറവാണെന്നുള്ളതാണ് പറയുന്നത്. ദേ അപ്പിയർ ടു വർക്ക് ത്രൂ ഔട്ട് ദ ഇയർ, വർഷം ഫുൾ ഓഫ് അവർക്ക് വർക്ക് ഉണ്ട്. ബട്ട് ഇൻ ടേംസ് ഓഫ് ദെയർ പൊട്ടൻഷ്യൽ ആൻഡ് ഇൻകം ഈസ് നോട്ട് ആഡ്വക്കേറ്റ് ഫോർ ദം. പൊട്ടൻഷ്യൽ എന്നാൽ അവരുടെ കഴിവും അവരുടെ വരുമാനം എന്താണ്, ഈസ് നോട്ട് ആഡ്വക്കേറ്റ് ഫോർ ദം. അവരുടെ ഫാമിലിക്ക് മതിയായ രീതിയിലാവുന്നില്ല. ദ വർക്ക് that they are pursuing the work they are pursuing seems forced upon them അല്ലേ. അതായത് വേറെ വർക്കില്ല എന്നുള്ള കാരണത്താൽ അവർ അതിലേക്ക് എന്ത് ചെയ്യും, നിർബന്ധിച്ച് അതിലേക്ക് വർക്ക് ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നു. ഓക്കെ, they may therefore want other work of their choice. Poor people cannot afford to sit in idle അല്ലേ. എന്താണ്, അവർക്ക് വേറെ ജോലി ഇല്ല എന്നുള്ള കാരണത്താൽ they need to which pursuing in that job seem forced upon them അല്ലേ, അതിനെ നിർബന്ധിച്ച് ജോലി പോകേണ്ടി വരുന്നു. because they may therefore want to other work for their job of their choice. because poor people cannot afford sit in idle. അവർക്ക് പാവപ്പെട്ട ആളുകൾക്ക് മടി പിടിച്ചിരിക്കാൻ പറ്റില്ല, കിട്ടിയ ജോലിക്ക് കൂലി കുറവാണെങ്കിലും എന്ത് ചെയ്യും, അവർ പോകുന്നു. they tend to engage in any activity irrespective of its earning potential. എത്രോളം ഏർണിംഗ് പൊട്ടൻഷ്യൽ വരുമാനമുണ്ടെന്ന് നോക്കാതെ അവരതിൽ എൻഗേജ് ആവുന്നു. their earning keeps them on a bare substances level. അവരുടെ വരുമാനം എപ്പോഴും bare substances level, വളരെ കുറഞ്ഞ
ജീവിതമാർഗം അല്ലേ, വരുമാനം മാത്രമേ അവർക്ക് കിട്ടുന്നുള്ളൂ അവരുടെ ഏർണിങ്ങിൽ നിന്ന്. എന്നാലും അവർ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ കാര്യത്തിൽ അൺഎംപ്ലോയ്മെൻ്റ് ആണെന്ന് പറയാൻ പറ്റില്ല, ബട്ട് വരുമാനം കുറവാണ് താനും. ഓക്കെ, ദെൻ moreover the unemployment structure is characterized by self-employment in the primary sector. പ്രൈമറി സെക്ടറിലുള്ള ജോലിയിൽ എല്ലാതും സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ്. ദാറ്റ് the whole family contributes in the field even though not everybody is really needed അല്ലേ. അതായത് പ്രൈമറി സെക്ടറിലുള്ള ആളുകളാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ എംപ്ലോയ്മെൻറ്റ് സ്ട്രക്ചർ ക്യാരക്ടറൈസ്ഡ് ആയിട്ടുള്ളത്. കാരണം എല്ലാ ഫാമിലി മെമ്പേഴ്സ് എന്ത് ചെയ്യും, അവരവരുടെ ഫീൽഡിൽ എൻഗേജ്ഡ് ആയിരിക്കും. എന്താണ്, എവരിബഡി ഈസ് റിയലി നീഡഡ്. അവിടെ എന്താണ് ഫുൾ ഓഫ് നീഡഡ് അല്ല എന്നുണ്ടെങ്കിലും അല്ലേ, അവരെല്ലാവരും എന്ത് ചെയ്യും, അതിൽ എൻഗേജ്ഡ് ആവും. സോ ദർ ഈസ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ദ അഗ്രികൾച്ചറൽ സെക്ടർ അല്ലെ. അഗ്രികൾച്ചറൽ സെക്ടറിൽ എന്ത് ചെയ്യും, 5 ആളുടെ ജോലിയില്ലെങ്കിലും 8 ആളും അതിൽ വർക്ക് ചെയ്യും. അപ്പോൾ എല്ലാവരും എന്താണ് 3 ആൾ അതിൽ അൺഎംപ്ലോയിഡ് അല്ല, എല്ലാവരും എംപ്ലോയിഡ് ആണ്. എന്നാൽ അവരുടെ വരുമാനം കുറവാണ് താനും അല്ലേ. ഇപ്പോൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റഡ് തേർഡ്. ഓക്കെ, ബട്ട് ദ എൻ്റയർ ഫാമിലി ഷെയർസ് വാട്ട് ഹാസ് ബീൻ പ്രൊഡ്യൂസ്ഡ് അല്ലേ. എന്താണ് അതിൽ പ്രൊഡക്ഷൻ നടത്തിയത് അതെല്ലാവരും ഷെയർ ചെയ്തെടുക്കുകയും ചെയ്യുന്നു. ദിസ് കൺസെപ്റ്റ് ഓഫ് ഷെയറിംഗ് പവർ ഇൻ ദ ഫീൽഡ് ആൻഡ് ദ reduces the hardship of unemployment in the rural sector. എന്നാൽ അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ ഹാർഡ്ഷിപ്പ് കുറക്കുന്നു റൂറൽ സെക്ടറിൽ. ബട്ട് ദിസ് ഡഡ് നോട്ട് റെഡ്യൂസ് ദ പോവർട്ടി ഓഫ് ദ ഫാമിലി. എന്നാൽ ആ ഫാമിലിയുടെ പോവർട്ടി ദാരിദ്ര്യം കുറക്കുന്നില്ല താനും. ഗ്രാജുവലി സർപ്ലസ് ലേബർ ഫ്രം എവറി ഹൗസ് ഹോൾഡ് ടെൻസ് ടു മൈഗ്രേറ്റ് ഫ്രം ദ വില്ലേജ് ഇൻ സെർച്ച് ഓഫ് ജോബ്സ് അല്ലേ. വില്ലേജിൽ നിന്ന് ജോലി തേടി കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും, പോവർട്ടി ആകുമ്പോൾ മറ്റു പല പ്ലേസസിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നു ഫോർ job. Let us discuss about the employment scenario in the 3 sectors mentioned earlier. Agriculture is the most labor absorbing sector of economy. ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ആയിരിക്കുന്നത് അഗ്രികൾച്ചറിലാണ്. In recent years there has been a decline in the dependence of population on agriculture, partly because of the ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ഡിസ്കസ്ഡ് ആണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് അഗ്രികൾച്ചറിൽ എൻഗേജ് ആയിരിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ബിക്കോസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു, ബിക്കോസ് ഓഫ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എക്സിസ്റ്റഡ് അല്ലേ. സം ഓഫ് ദ സർപ്ലസ് ലേബർ ഇൻ അഗ്രികൾച്ചർ ഹാസ് മൂവ് ടു എയ്തർ സെക്കൻഡറി ഓർ ടു ദ ടെറിഷ്യറി സെക്ടർ. സർപ്ലസ് ആയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്തു, ഒന്നുകിൽ സെക്കൻഡറിയിലോട്ട് അല്ലെങ്കിൽ ടെറിഷ്യറിയിലോട്ട് ലെഫ്റ്റ് ആയിട്ടുണ്ട്. ഇൻ ദ സെക്കൻഡറി സെക്ടർ സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ഈസ് ദ മോസ്റ്റ് ലേബർ അബ്സോർബിങ് അല്ലേ. സെക്കൻഡറിയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ എൻഗേജ് ആയിരിക്കുന്നത് സ്മോൾ സ്കെയിൽ മാനുഫാക്ചറിങ് ആണ്, ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടാക്കുന്ന. ഇൻ കേസ് ഓഫ് ടെറിഷ്യറി സെക്ടർ വേരിയസ് ന്യൂ സർവീസസ് ആർ നൗ അപ്പിയറിങ് ലൈക്ക് അല്ലേ. ടെറിഷ്യറി സെക്ടറിൽ പുതിയ പുതിയ സർവീസസ് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ബയോടെക്നോളജി, ഇൻഫോർമേഷൻ ടെക്നോളജി ആൻഡ് സോ ഓൺ. Let us read a story to know how people could become an asset for the economy of the village. ഒരു വില്ലേജിലുള്ള സ്റ്റോറിയാണ്. അതിലുള്ള ആളുകളെ എങ്ങനെ ഒരു അസറ്റാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ് we need to read here. Listen to the. There was a village inhabited by several families. Lived several families there. Each family produced enough to feed its members. അല്ലേ, ഓരോ മെമ്പേഴ്സിന് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. Each family met its needs by members making their own clothes and teaching their own children. എല്ലാവരും അവർക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടാക്കുന്നു, അവരവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നു. One of the families decided to send one of its son to agricultural college. ഒരു മകനെ അഗ്രികൾച്ചറൽ കോളേജിൽ ഇട്ടു പഠിപ്പിച്ചു. The boy got his admission in the nearby college of agriculture. After some time he became qualified in agro engineering and came back to the village. He proved to be so creative that he could design an improved type of plog. നല്ല ഇംപ്രൂവ് ആയിട്ടുള്ളൊരു പ്ലോഗ് ഇവൻ ഡെവലപ്പ് ചെയ്തെടുത്തു, ഡിസൈൻ ചെയ്തെടുത്തു. വിച്ച് ഇൻക്രീസ്ഡ് ദ ഈൽഡ് ഓഫ് വീറ്റ്. വീറ്റിൻ്റെ ഈൽഡ്, അതായത് എന്താണ് ഈ വീറ്റിലുള്ള വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ വിളവ് കൂട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്തു. Thus a new job of agro engineer was created and filled in the village. അവിടെ ഒരു അഗ്രോ എൻജിനീയർ എന്നുള്ളൊരു ഒരു ജോലിക്കാരൻ അവിടെ വളർന്നു വന്നു. ദ ഏൺ ഗുഡ് പ്രോഫിറ്റ്, അവന് നല്ല വരുമാനം കിട്ടി. വിച്ച് ദേ ഷെയർഡ് എമംഗ് ദംസെൽസ്. ഇൻസ്പയർഡ് ബൈ ദിസ് സക്സസ് ഓൾ ദ ഫാമിലീസ് ആഫ്റ്റർ സം ടൈം held a meeting in the village.
They all wanted to have a better future for their children too. They requested the panchayat to open a school in the village. They assured the panchayat that they would all send their children to school. പഞ്ചായത്തിനോട് അവർ ഉറപ്പ് കൊടുത്തു ഞങ്ങൾ കുട്ടികളെല്ലാം സ്കൂളിൽ വിടുമെന്ന്. The panchayat with the help of government opened a school. A teacher was recruited from a nearby town. All the children of this village started going to school. After some time, one of the families gave training to his daughter in tailoring. She started stitching clothes for all families of the village, for everyone now wanted to buy and wear well tailored clothes. അതുവരെ അവർ തന്നെ തയ്ച്ചിരുന്ന എന്തൊക്കെയോ തയ്ച്ചിരുന്ന ഡ്രസ്സസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്നപ്പോൾ അളവൊക്കെ എടുത്ത് തയ്ക്കുന്ന നല്ല ടൈലർ തയ്ച്ച ഡ്രസ്സ് എല്ലാവർക്കും എന്ത് ചെയ്തു യൂസ് ചെയ്യണം എന്നുള്ളതായിട്ട് വന്നു അല്ലേ. നല്ല ഫിറ്റായിട്ട് നല്ല ഡ്രസ്സസ് ധരിക്കാൻ ഇഷ്ടപ്പെട്ടവരായിട്ട് മാറി ഒരു ടൈലർ അവിടെ വന്നപ്പോൾ. Thus another new job, that of tailor, was created. This had another positive effect. The time of the farmers in going far off buying clothes was saved. ഒരുപാട് ദൂരെ പോയിട്ട് ഡ്രസ്സ് വാങ്ങുന്നത് ഒഴിവായി. എന്ത് ചെയ്തു? തുണി വാങ്ങി ഇവരുടെ അടുത്ത് നിന്ന് തയ്പ്പിച്ചാൽ മതി അല്ലേ. ആസ് എ ഫാമേഴ്സ് സ്പെൻഡ് മോർ ടൈം ഇൻ ദ ഫീൽഡ്. അതുകൊണ്ട് തന്നെ ഫീൽഡിൽ ഒരുപാട് സമയം അവർക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റി. ദ ഈൽഡ് ഓഫ് ദ ഫാം വെൻറ്റ് അപ്പ് അല്ലേ. കൃഷിയിടത്തിൽ നിന്നുള്ള വിളവ് കൂടി. ദിസ് വാസ് ബിഗിനിങ് ഓഫ് പ്രോസ്പെരിറ്റി അല്ലേ. അവരുടെ ക്യാഷ് കൂടുന്ന ഗുഡ്നെസ്സിൻ്റെ ഒരു ഇൻക്രീസിങ് ആയിരുന്നു അവിടെ ക്രിയേറ്റ് ചെയ്തത്. ദിസ് ഫാമേഴ്സ് ഹാഡ് മോർ ദാൻ വാട്ട് ദേ കുഡ് കൺസ്യൂം അല്ലേ. അവരുടെ അവർക്ക് അവരുടെ ചിലവിനപ്പുറം അവർക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈൽഡ് കിട്ടാൻ തുടങ്ങി, വരുമാനം കിട്ടാൻ തുടങ്ങി. നൗ ദേ കുഡ് സെൽ വാട്ട് ദേ പ്രൊഡ്യൂസ്ഡ് ടു അതേഴ്സ് ഹൂ കെയിം ടു ദെയർ വില്ലേജ് മാർക്കറ്റ്സ് അല്ലേ. അവരുടെ വില്ലേജ് മാർക്കറ്റ്സ് കൊണ്ടുപോയിട്ട് അവർക്ക് സർപ്ലസ് ആയിട്ടുള്ളത് വിൽക്കാൻ പറ്റി അല്ലേ. ബാക്കിയുള്ളവർക്ക് വിൽക്കാൻ പറ്റി, അതിലൂടെ അവർക്ക് ക്യാഷ് കിട്ടി. ഓവർ ടൈം ദിസ് വില്ലേജ് വിച്ച് ഫോർമലി ഹാഡ് നോ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ബിഗിനിങ് അല്ലേ. ബിഗിനിങ്ങിൽ യാതൊരു തരം ജോബ് ഓപ്പർച്യൂണിറ്റീസും ആ വില്ലേജിൽ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഹാഡ് മെനി ലൈക്ക് ടീച്ചേഴ്സ്, ടൈലർ, അഗ്രോ എഞ്ചിനീയർ ആൻഡ് മെനി മോർ. അതെല്ലാം ആക്ച്വലി ഉണ്ടായിരുന്നു, എന്നാൽ ഫസ്റ്റ് നമുക്ക് അതൊന്നും തോന്നിയില്ല അല്ലേ. ദിസ് വാസ് എ സ്റ്റോറി ഓഫ് സിമ്പിൾ വില്ലേജ് where the rising level of human capital enabled it to evolve into a place rich with complex and modern economic activities അല്ലേ. യാതൊരുവിധ സിമ്പിളായിട്ടുള്ള സിസ്റ്റത്തെ മോഡേൺ എക്കണോമിക് ആക്ടിവിറ്റീസ് ആക്കുന്നതിനുള്ള അല്ലേ പീപ്പിളിനെ ഒരു അസറ്റാക്കി മാറ്റുന്ന ഒരു ക്രിയേഷനാണ്, ഒരു സിറ്റുവേഷനാണ് വി സോ ഹിയർ. സോ we completed this chapter. That paragraph you should read, the summary of that chapter. The exercise of that question answers I will send you through WhatsApp. All should read minimum 5 times that chapter, otherwise you can't understand. Then after the read, if you have any doubt, you can ask to me. We can see in the next class with our next topic. Okay, thank you.